നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് CPT മോഡിഫയർ 59 വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ 59 മോഡിഫയർ നിങ്ങൾക്ക് നോർമലി അറിയാം. എന്താണ് 59 മോഡിഫയർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അതായത് ഡിസ്റ്റിങ്ക്റ്റ് പ്രൊസീജിയറാണ് 59 എന്ന് പറയുന്നത്. അതായത് എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് പ്രൊസീജിയർ അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് സൈറ്റിൽ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് സെക്ഷനിൽ ചെയ്തു എന്നുള്ളതാണ് ഈ പറയുന്ന മോഡിഫയർ 59. അപ്പോൾ എപ്പോഴും ഈ മോഡിഫയർ 59 എന്ന് പറയുന്നത് നമ്മൾ സെക്കൻഡറി കോഡുകളുടെ കൂടെയാണ് കൊടുക്കുക അല്ലേ. അതായത് മിനിമം ഓഫ് 2 കോഡ്സ് അവിടെ ഉണ്ടാവണം. ആൻഡ് എപ്പോഴും 59 നമ്മൾ സെക്കൻഡറി കോഡിൻ്റെ കൂടെ കൊടുക്കുള്ളൂ. അതൊരു റൂളായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വയ്ക്കാം. ഒരിക്കലും 59 നമ്മൾ എന്തിൻ്റെ കൂടെ കൊടുക്കില്ല, പ്രൈമറി കോഡിൻ്റെ കൂടെ കൊടുക്കില്ല എന്നുള്ളത് നമുക്ക് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഈ 59 മോഡിഫയറിൻ്റെ ഒരു ചെറിയ റൂളുകൾ, അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, എപ്പോഴും നമ്മൾ CPT കോഡ് ചെയ്യുമ്പോൾ പാരന്തസിസ് വായിക്കുക അല്ലെങ്കിൽ പാരന്തറ്റിക്കൽ നോട്ടുകൾ വായിക്കുന്നത് കമ്പൽസറി ആക്കണം. കാരണം പാരന്തറ്റിക്കൽ നോട്ടിലായിരിക്കും ചിലപ്പോൾ നമുക്കൊരു ഗൈഡ് ലൈൻ ഉള്ളത്. ഓക്കെ, അപ്പം ടെക്സ്റ്റ് അല്ല ഒരു പോയിൻ്റ് എന്നുള്ളത് ഒരു കോഡ് ഫുള്ളി വായിക്കണം എന്ന് പറയുന്ന പോലെ ആ കോഡിൻ്റെ പാരന്തസിസ് നോട്ടുകളും ഒക്കെ തന്നെ നമ്മൾ ക്ലിയർലി വായിക്കണം ഒരു കോഡ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളൊരു പാരന്തസിസ് നോട്ടും ആ നോട്ട് കോമൺലി CPTയിൽ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതും ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിളാക്കി തന്നെ നോക്കാം. ഇത് നമ്മുടെ 7 സീരീസിൽ ഒബ്സ്ട്രക്റ്റിക് സെക്ഷനിൽ വരുന്നൊരു കോഡാണ് അല്ലെങ്കിൽ ക്വസ്റ്റ്യനാണ്. ഇതിൽ പേഷ്യൻ്റ് 15 വീക്ക് പ്രഗ്നൻ്റ് ആണ് എന്നുള്ളതും അതുപോലെ തന്നെ ബോത്ത് ഫീറ്റസ്, ഒരു 5th ലൈനിലായിട്ട് ബോത്ത് ഫീറ്റസ് എന്ന് പറയുമ്പോൾ അവിടെ 2 ഫീറ്റസ് ഉണ്ട് എന്നുള്ളതും, സെക്കൻഡ് ലാസ്റ്റ് ലൈനിലായിട്ട് ദ ലാസ്റ്റ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ ലാസ്റ്റ് അൾട്രാസൗണ്ട് എന്നും പറയുന്നുണ്ട്. അതായത് ലാസ്റ്റ് അൾട്രാസൗണ്ടിൽ ചെയ്തിട്ട് കാണാൻ പറ്റാത്തത് നമ്മൾ എഗെയിൻ റീചെക്ക് ചെയ്യാൻ വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് ഒരു ഫോളോ അപ്പ് വിസിറ്റ് ആണ് എന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു സെക്ഷനിലെ കോഡിൽ ഇതിലിപ്പം 4 ഓപ്ഷനിലും നമുക്ക് 76816 തന്നെയാണ് ഫോക്കസ് ചെയ്തേക്കുന്നത്. പക്ഷെ എപ്പോഴും അങ്ങനെ വരണം എന്നില്ല. അപ്പോൾ ഇത് ഫോളോ അപ്പിൻ്റെ കോഡാണ് എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളതുണ്ടല്ലോ. നമ്മൾ കോഡ് നോക്കുമ്പോൾ ക്ലിയർലി കോഡിൽ ഫോളോ അപ്പ് എന്നും അതുപോലെ തന്നെ റീ ഇവാലുവേഷൻ എന്നും പറയുന്നുണ്ട്. അപ്പോൾ റീ ഇവാലുവേഷന് വേണ്ടിയിട്ട് ഫോളോ അപ്പിന് ചെയ്യുന്ന കോഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പോഴും 76816 എടുക്കാവുള്ളൂ. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ അതെങ്ങനെ നമ്മൾ തിരിച്ചറിയുന്നു? ക്വസ്റ്റ്യനിൽ റീ അസസ് എന്നും ഇത് ലാസ്റ്റ് അൾട്രാസൗണ്ട് ആണെന്നും പറയുന്നു. അപ്പോൾ അത് ഫോളോ അപ്പ് ആണ് അല്ലെങ്കിൽ റീ ഇവാലുവേഷൻ ആണ് എന്ന് മനസ്സിലാക്കാനുള്ള കീവേഡുകളാണ് അത്. അപ്പോൾ ഇത് 76816 ആണ് വരുന്നതെന്നുള്ളത് നമുക്ക് കൺഫേം ആയി. ഇനി നമുക്ക് മോഡിഫയറിൻ്റെ റൂളുകൾ ക്ലിയർ ആയിട്ട് അറിയാമെങ്കിൽ യു ക്യാൻ എലിമിനേറ്റ് ഓപ്ഷൻ A ആൻഡ് D. എന്നാൽ നമുക്ക് മോഡിഫയർ 51 ആൻഡ് 59 എന്ന് പറയുന്നത് ഒരിക്കലും പ്രൈമറി കോഡിലോ സിംഗിൾ കോഡിലോ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പഠിച്ചു തന്നെ വയ്ക്കുക. ഇപ്പോഴും ഞാൻ പറയാം, നമുക്ക് എലിമിനേഷൻ എന്ന് പറയുമ്പോൾ ഗൈഡ് ലൈനുകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ചേർത്ത് എഴുതിക്കൂടാ അല്ലെങ്കിൽ ചേർത്ത് എഴുതാം, അതുപോലെ തന്നെ മോഡിഫയർ, ഈ എല്ലാ റൂളുകളും വെച്ചിട്ട് നമുക്ക് എലിമിനേഷൻ ഉണ്ടാവും. ഇത് നമ്മൾ പഠിച്ചു വെക്കുന്നതെന്ന് വെച്ചാൽ ഈ ഓപ്ഷൻ വരില്ല എന്ന് 100% ഉറപ്പോടുകൂടി നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഈ പറഞ്ഞ പോലെ 59 51 പ്രൈമറി കോഡിലോ സിംഗിൾ കോഡിലോ കൊടുക്കില്ല എന്ന് പറയുമ്പോൾ എയും ഡിയും അങ്ങനെയല്ലേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈസിലി എയും ഡിയും എലിമിനേറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ആകെയുള്ളത് B or C ആണ്. ഇനിയിപ്പോൾ B or C എലിമിനേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിവിടെ പാരന്തസിസ് നോട്ട്, ഈ ഒരു കോഡിൻ്റെ പാരന്തസിസ് നോട്ടൊന്ന് ചെക്ക് ചെയ്യാം. ആ പാരന്തസിസ് നോട്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇത് ഈ ഒരു ഓപ്ഷനും നമുക്ക് എലിമിനേഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളത്. എന്നാൽ ഈ ഒരു പാരന്തസിസ് നോട്ട് നോക്കാം. ഈ ഒരു പാരന്തസിസ് നോട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് 76816 വിത്ത് മോഡിഫയർ 59 ഫോർ ഈച്ച് അഡീഷണൽ ഫീറ്റേഴ്സ് എക്സാംഡ് ഇൻ എ മൾട്ടിപ്പിൾ പ്രഗ്നൻസി. അതായത് കോഡിൽ എന്താ പറയുക, പെർ ഫീറ്റസ് എന്നല്ലേ. പെർ ഫീറ്റസ് എന്ന് പറയുമ്പോൾ ഒരു ഫീറ്റസിനാണ് ഈ കോഡ് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ഫീറ്റസേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒന്നും നോക്കണ്ട, 76816 കൊടുത്താൽ മതി. പക്ഷേ നമ്മുടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ട്വിൻസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 2 അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ എന്നുള്ള 76816 കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ വീണ്ടും നമുക്ക് പാരന്തറ്റിക്കൽ നോട്ട് തന്നെ വായിക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് 76816 വിത്ത് മോഡിഫയർ 59 ഫോർ ഈച്ച് അഡീഷണൽ ഫീറ്റേഴ്സ്. ഓരോ അഡീഷണൽ ഫീറ്റേഴ്സുകൾക്കും നിങ്ങൾ 59 കാണിക്കണം എന്നാണ് പറയുന്നത്. 59 മോഡിഫയർ കൊടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു 59 മോഡിഫയറിൻ്റെ റൂൾ അറിയാത്ത ഒരു ആളെ നമ്മളെങ്ങനെയാണ് കോഡ് ചെയ്യുക? ഉറപ്പായിട്ടും നിങ്ങൾ ഇതിനകത്ത് A ഓപ്ഷൻ ആയിട്ടുള്ള 76816 59 നിങ്ങൾ ചൂസ് ചെയ്യും. പക്ഷേ അത് തെറ്റാണ്. കാരണം 76816 പ്രൈമറി കോഡ് യൂസ് ചെയ്തുകൂടാ. പിന്നെ നമ്മൾ ഈ ഒരു ഗൈഡ് ലൈൻ നോക്കി അങ്ങനെ ചെയ്താലും അത് തെറ്റാണ്. അപ്പോൾ അവർ വ്യക്തമായി പറയുന്നുണ്ട് അഡീഷണൽ ഫീച്ചേഴ്സിൻ്റെ കൂടെയാണ് നിങ്ങൾ 59 കൊടുക്കേണ്ടതെന്ന്. എന്നാൽ നമുക്ക് ഇതിനകത്തൊരു ആഡ് ഓൺ കോഡുകളോ അവൈലബിൾ അല്ല. എങ്കിൽ നമ്മൾ എങ്ങനെയാണ് അഡീഷണൽ ഫീച്ചേഴ്സിനെ കൊടുക്കുക?
എന്നാൽ സാധാരണ നമുക്കൊരു ആഡ് ഓൺ കോഡുകളില്ലെങ്കിൽ നമ്മൾ മെയിൻ കോഡ് തന്നെ റിപ്പീറ്റ് ചെയ്ത് എഴുതിയല്ലേ പതിവ്. അതായത് ഇപ്പോൾ ഒരു ആഡ് ഓൺ കോഡ് ഇല്ലാത്ത കോഡാണെങ്കിൽ ഇപ്പോൾ ഒരു 2 ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്തു എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഈ പറയുന്ന 2 ഫീച്ചേഴ്സ് ആണെങ്കിലോ സെയിം കോഡ് തന്നെ, അതായത് 76816,76816 അല്ലെങ്കിൽ 76816 × 2 എന്നുള്ള രീതിയിൽ നമ്മൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെയും അതുപോലെ അപ്ലൈ ചെയ്താൽ മതി. അതായത് ആദ്യത്തെ ഫീറ്റസിനും 76816 കൊടുക്കുന്നു, സെക്കൻഡ് ഫീറ്റസിന് 76816 കൊടുക്കുന്നു. മോഡിഫയർ 59 വിത്ത് ദ സെക്കൻഡറി ആണല്ലേ, അത് അഡീഷണലിന് 59 അല്ലേ കൊടുക്കാൻ പറയുക. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് 59 ഉള്ള ഓപ്ഷൻ സി അല്ലേ, 51 കൊടുത്തിട്ടുള്ള ഓപ്ഷൻ ബി നിങ്ങൾക്ക് എലിമിനേഷൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെയാണ് ഏതൊരു സെക്ഷനിലും നിങ്ങൾക്ക് ഇങ്ങനെ അഡീഷണൽ വരുമ്പോൾ അല്ലെങ്കിൽ സെക്കൻഡറിയുടെ കൂടെ 59 എന്ന് പറയുന്ന പാരന്തസിസ് നോട്ടുകളുണ്ട്. അത് ഈ ഒരു ചാപ്റ്ററിൽ മാത്രമല്ല, നിങ്ങൾക്ക് 2 സീരീസിലും 6 സീരീസിലും ഒക്കെ ഇതുപോലുള്ള പാരന്തസിസ് നോട്ടുകൾ അവൈലബിൾ ആണ്. അത് എവിടെ കണ്ടാലും ഈ ഒരു 59ൻ്റെ റൂൾ ഇതുപോലെ പാരന്തസിസിൽ എവിടെ കണ്ടാലും ഇതേ പ്രൊസീജിയറാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, അതായത് അഡീഷണലിന് വീണ്ടും ഇതേ കോഡ് റിപ്പീറ്റ് ചെയ്ത്, അതായത് കോമയായിട്ട് എഴുതിയതിന് ശേഷമേ നിങ്ങൾ 59 കൊടുക്കാവൂ. ഓക്കെ, അല്ലാതെ ആദ്യത്തെ കോഡ് എഴുതിയിട്ട് അതിൽ തന്നെ 59 കൊടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. കാരണം സിംഗിൾ കോഡിൽ കൊടുക്കാൻ പാടില്ല. 51 മോഡിഫയർ അല്ലെങ്കിൽ 59 കൊടുക്കാൻ മിനിമം അവിടെ 2 കോഡുകൾ വേണം. ഇതിൽ നിന്നും ഇത് വ്യത്യസ്തനാണ് എന്ന് കാണിക്കണമെങ്കിൽ അവിടെ 2 പേര് ഉണ്ടാവണം എന്നുള്ളതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും അത് ഓർത്ത് വയ്ക്കുക. ഇതുപോലെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരുപാട് പാരന്തസിസ് നോട്ടുകളുണ്ട് CPT-യിലെ കോമൺ റൂൾ. ഇതെല്ലാം നമ്മൾ വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ CPC എക്സാമിന് പോകാൻ. അതായത് ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി ഉറപ്പായിട്ടും CPC എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സാവും. അതിനകത്ത് നിങ്ങൾക്ക് ഒരു ഡൗട്ടും വേണ്ട. നമ്മൾ ടെക്സ്റ്റ് യൂസ് ചെയ്യാൻ എത്രത്തോളം നമ്മൾ പഠിക്കുന്നു അതാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഗൈഡ് ലൈനും ഈ ഒരു ക്വസ്റ്റ്യനും എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.